റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കീഹോൾ ശസ്ത്രക്രിയ നടത്തിയ രോഗി മരിച്ചെന്ന പരാതിയിൽ ആലുവ രാജഗിരി ആശുപത്രിക്കെതിരെ കേസ്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയ രോഗിയാണ് മരിച്ചത്. ശസ്ത്രക്രിയയിലെ പിഴവാകാം രക്തസ്രാവത്തിന് കാരണമെന്ന് ഡോക്ടർ സമ്മതിക്കുന്ന ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സ്വദേശി ബിജുവാണ് ഇന്നലെ മരിച്ചത്. നമുക്ക് ആശുപത്രി രംഗവും ഒപ്പം തന്നെ പ്രതികരണവും ഒന്ന് കേൾക്കാം. നമ്മളൊരു സർജറിക്ക് വേണ്ടി വന്നതാണ്, ഡിസ്കിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി വന്നതാണ്. വൈകിട്ട് നമ്മൾ റൂമിലേക്ക് ആൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. വൈകുന്നേരം രാത്രി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വയറ് വീർത്ത് വന്നു തുടങ്ങി. അപ്പോൾ BP കുറഞ്ഞതിനെ തുടർന്ന് വീണ്ടും നമ്മൾ ICU വേഗം കൊണ്ടുപോയി. ICU വേഗം കൊണ്ടുപോയിട്ട് പിന്നെ അപ്പോൾ പറഞ്ഞു CT ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വയറിൻ്റെ. തലേദിവസം ചെയ്യേണ്ടതായിരുന്നു, ഈ രാത്രി വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അവർ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12-1 മണിയായപ്പോഴാണ് CT ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അന്നേരം ഉള്ളിൽ ഒരു പ്രധാന രക്തക്കുഴലിൽ പറഞ്ഞ് കട്ടായിട്ടുണ്ട്, അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ സർജറി ചെയ്തിട്ട് അപ്പോഴേക്കും ഒരു 24 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. ആ സമയം മുതൽ ബ്ലീഡിംഗ് ആണ് വയറ്റിൽ. പ്രധാന രക്തക്കുഴൽ പൊട്ടിയെന്നാണ് ഡോക്ടർ മനോജ് പറഞ്ഞത്. അത് ഈ ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ സംഭവിച്ചതാവാമെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കീഹോളിന് എത്തിയതാണ്, ഇപ്പോൾ ജീവനില്ല, മരിച്ചുപോയി. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവാണോ മരണകാരണമായി പറയുന്നത്? അവർ പരാതി നൽകിയിട്ടുണ്ടോ, കേസ് എടുത്തിട്ടുണ്ടോ? അലി അക്ബർ ഷാ. അരുൺകുമാർ, അതിഗുരുതരമായ ചികിത്സാ പിഴവ് പരാതിയാണിപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ആ ബൈറ്റിൽ കേട്ടതാണ്. മരിച്ച ബിജുവിന്റെ സഹോദരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതായത് മറ്റൊരു ആശുപത്രിയിൽ വെച്ച് നടുവേദനയ്ക്കായി ചികിത്സയ്ക്ക് എത്തുന്നു. അവിടെ വെച്ച് ഡിസ്കിൽ ഈ ഞരമ്പ് കയറിയതാണ് ഈ വേദനയ്ക്ക് കാരണമെന്ന് കണ്ടെത്തുന്നു. ഇതിന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 25-ാം തീയതി ഇവർ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ മനോജ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ആകുന്നു. 27-ാം തീയതിയാണ് കീ ഹോൾ സർജറി നടത്തുന്നത്. ആ സർജറിക്ക് ശേഷമാണ് അതീവ ഗുരുതരമായ ശാരീരികാവസ്ഥയിലേക്ക് ബിജു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് രാത്രി റൂമിലേക്ക് മാറ്റിയ ബിജുവിന് കടുത്ത വയറുവേദനയും വയറ് വീർത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ തന്നെ തനിക്ക് തീരെ വയ്യെന്ന് ബിജു പറഞ്ഞിട്ടും കാര്യമായ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ആശുപത്രി ചെയ്തില്ല എന്നും ബിജുവിന്റെ സഹോദരൻ പറയുന്നുണ്ട്. അന്ന് രാത്രി ഉണ്ടായ അതിഗുരുതരാവസ്ഥ കാരണം പിറ്റേ ദിവസം ബിജുവിന് വീണ്ടും ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു. അപ്പോഴാണ് കണ്ടെത്തുന്നത് ശരീരത്തിനകത്ത് വലിയ രീതിയിലുള്ള ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യം നടത്തിയ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് ഡോക്ടർ മനോജ് തന്നെ ഈ കുടുംബത്തിനോട് സമ്മതിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. അതിൽ കൃത്യമായി ഡോക്ടർ പറയുന്നുണ്ട് ശസ്ത്രക്രിയയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് എന്ന്. അതിനുശേഷം മൂന്നാമതും 29-ാം തീയതി വീണ്ടും ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി വരികയാണ്. കുടുംബം പറയുന്നത് രണ്ടാമത്തെ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ തന്നെ ബിജു ബോധരഹിതനായിരുന്നു. പിന്നീട് ബിജുവിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പോലും തങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് കുടുംബം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഒരു ശസ്ത്രക്രിയ, അതും കീഹോൾ ശസ്ത്രക്രിയ നടുവേദനയ്ക്ക് നടത്താനായി നടന്ന് ആശുപത്രിയിലേക്ക് വന്ന മനുഷ്യനാണ് ബിജു. പിന്നീട് 3-ാം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബിജുവിന് ജീവനില്ല. ഇന്നലെയാണ് ബിജുവിന്റെ മരണം സംഭവിക്കുന്നത്. ആശുപത്രി അധികൃതരോട് ചോദിക്കുമ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികളോ ഒന്നും തങ്ങൾ തയ്യാറല്ല, നിങ്ങൾ കേസിന് പോയിക്കൊള്ളൂ എന്നാണ് കുടുംബത്തിനോട് പറഞ്ഞത് എന്നും കുടുംബം നമ്മളോട് ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എടത്തല പോലീസ് സ്റ്റേഷനിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, സാധാരണഗതിയിലുള്ള ഒരു നടുവേദനയുമായി വന്ന മനുഷ്യനാണ്. കീഹോൾ ശസ്ത്രക്രിയ നടത്തി തിരിച്ചു പോകാമെന്ന് കരുതിയ മനുഷ്യനാണ്. ഒരു ശസ്ത്രക്രിയയ്ക്ക് വന്ന ആൾക്ക് 3 ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു. അതിന്റെ കാരണമായി പറയുന്നത് 1-ാം ശസ്ത്രക്രിയയിൽ ഡോക്ടർക്ക് സംഭവിച്ച പിഴവാണ്. പ്രധാന ഞരമ്പ് കട്ടായി പോകുന്നു, ഇതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഇത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇതാണ് അടുത്ത ശാരീരിക അവസ്ഥയിലേക്ക്, തളർച്ചയിലേക്ക് ബിജുവിനെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് 2-ാം ഓപ്പറേഷൻ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആകെ 3 ദിവസത്തിനിടയിൽ 3 ഓപ്പറേഷനുകൾക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് ബിജു വിധേയനാകുന്നു. 2-ാം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബിജുവിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പോലും വ്യക്തമല്ല. മരിച്ച ശേഷമാണോ ആ ശസ്ത്രക്രിയ നടത്തിയതെന്ന് പോലും തങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബിജുവിന്റെ മൃതദേഹം രാജഗിരി ആശുപത്രി മോർച്ചറിയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ ബോർഡ് ചേരും. അപ്പോഴും മറ്റ് തങ്ങൾക്കൊരു തെറ്റുപറ്റി, അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ആശുപത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയെന്നുമാണ് ബിജുവിന്റെ കുടുംബം പറയുന്നത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആ കുടുംബം ഉള്ളത്. ബിജു മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ അത്താണി. മരിച്ച ഈ രോഗിക്ക് നടുവേദനയല്ലാതെ മറ്റൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല അല്ലേ? ഈ ആന്തരികമായിട്ടുള്ള ഈ ബ്ലീഡിങ്ങോ ഇതൊന്നും തന്നെ ആശുപത്രിയിലേക്ക് വരുന്ന സമയം ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ശസ്ത്രക്രിയക്കിടെ സംഭവിച്ച പിഴവാണെന്നുള്ളത് വ്യക്തമാണ് അല്ലേ അലി അക്ബർ ഷാ?
അരുൺ, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇവർ പോകുന്നത് എറണാകുളത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ വെച്ചാണ് ഈ നടുവേദനയ്ക്ക് കാരണം ഈ ഡിസ്കിലേക്ക് ഞരമ്പ് പിണഞ്ഞിരിക്കുന്നതാണ് എന്ന് സ്കാനിങ്ങിൽ കൃത്യമായി കണ്ടെത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നടന്ന ആശുപത്രിയിലേക്ക് പോയ ഒരു രോഗിയാണ്, നടുവേദന മാത്രമുണ്ടായിരുന്ന ഒരു രോഗിയാണ് ഈ പറയുന്ന ബിജു. അവിടെ വെച്ച് 25-ാം തീയതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആലുവ രാജഗിരിയിൽ അഡ്മിറ്റ് ആകുന്നു. 27-ാം തീയതിയാണ് കീ ഹോൾ ശസ്ത്രക്രിയ നടത്തുന്നത്. ഈ ശസ്ത്രക്രിയ നടത്തിയ അന്ന് രാത്രിയിൽ തന്നെ ബിജുവിന്റെ വയറ് വീർത്തു വരുന്നു, കടുത്ത വേദന, താങ്ങാൻ കഴിയാത്ത വേദനയുണ്ട് എന്ന് ബിജു പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഇത് ഡോക്ടർമാരെ അറിയിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇത് ഗ്യാസിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഗ്യാസ്ട്രോ വന്ന് ഗ്യാസിന്റെ മരുന്ന് കൊടുത്തു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ആ സമയത്ത് CT സ്കാൻ നടത്തിയിരുന്നുവെങ്കിൽ ബിജുവിന്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അന്നേ ദിവസം രാത്രി ഒരു സ്കാനിംഗ് നടത്താനോ എന്തുകൊണ്ടാണ് ഈ വയറ് വീർത്തു വരുന്നത് എന്ന് കണ്ടെത്താനോ ഉള്ള ഒരു നടപടി പോലും ആശുപത്രിയിൽ നിന്നുണ്ടായില്ല. ഡോക്ടർ മനോജിന്റെയും ആശുപത്രി മാനേജ്മെന്റിന്റെയും കടുത്ത അനാസ്ഥയാണ് ബിജുവിന്റെ ജീവൻ എടുത്തത് എന്നും ഈ പോലീസിൽ കുടുംബം നൽകിയ പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടത്തല പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. കുടുംബം ആരോപിക്കുന്നത് പോലെയാണ് എങ്കിൽ സംഗതി വളരെ ഗുരുതരമാണ്. കാരണം നടുവേദന മാത്രം ഉണ്ടായിരുന്ന ഒരു രോഗി, നടന്ന ആശുപത്രിയിലേക്ക് വന്നൊരു രോഗി, ആശുപത്രിയിൽ നിന്നും നടത്തിയ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉണ്ടായ വീഴ്ചയിൽ അയാൾക്ക് ജീവൻ നഷ്ടമാകുന്നു. 54 വയസ്സ് മാത്രമാണ് ബിജുവിന്റെ പ്രായം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കുടുംബം പറയുന്നു. എന്തായാലും സർജറിയിൽ വന്ന വീഴ്ച തന്നെയാണ് ആന്തരിക രക്തസ്രാവത്തിന് കാരണമായത് എന്ന് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സർജറിയിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളില്ല. അത് ആ സർജറി നടത്തിയ ഡോക്ടർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും തങ്ങൾക്ക് തെറ്റുപറ്റി, ഇതിൽ മറ്റ് നഷ്ടപരിഹാരമോ കുടുംബത്തിന്റെ ആവശ്യം എന്താണോ ആ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന പ്രതികരണമല്ല ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചത്. നിങ്ങൾ കേസിന് പോയിക്കൊള്ളൂ, മറ്റ് നടപടികൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു എന്നുമാണ് കുടുംബം നമ്മളോട് പറയുന്നത്. ആരോപണം ഗുരുതരമാണ്. ഇന്നെന്തായാലും ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കും. ഏത് നിലയിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. തങ്ങൾക്ക് നീതി വേണമെന്ന് ആവർത്തിക്കുകയാണ് ബിജുവിന്റെ കുടുംബം. അരുൺ, താങ്ക് യു. അലി അക്ബർ ഷയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.